ഫസ്റ്റ് ഈ മാത്യു 22 പാരബിൾ ഓഫ് ദ വെഡിങ് ഫീസ്റ്റില് ഒരാളെ ആ കിങ് വന്ന് പുറത്താക്കുന്നുണ്ട് ഫ്രം ദ വെഡിങ് ഫീസ്റ്റ്. അതെന്ത് കാരണമാണ്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ നീതിയെക്കുറിച്ചാണല്ലോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, റൈച്ചിയസ്നെസ്. നമ്മൾ അനേക കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മുടെ സെൽഫ് റൈച്ചസ്നെസ്സെക്കുറിച്ചും ദൈവത്തിൻ്റെ ഒരു നീതിയെക്കുറിച്ചും അതെല്ലാം ചിന്തിച്ചു. നമ്മൾ ശമരിയക്കാരൻ്റെ ഉപമ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഒരു ശമരിയക്കാരൻ, നല്ല ശമരിയക്കാരൻ്റെ ഉപമ നമ്മളത് ചിന്തിച്ചപ്പോഴും ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ പറയുന്നു. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോയിലേക്ക് പുറപ്പെട്ടു യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, കള്ളന്മാരുടെ കയ്യിലകപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ വചനത്തിൽ ഉപമ പറയുമ്പോഴെല്ലാം ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ സെർട്ടൻ മാൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ദ റെപ്രസെൻറ്റ് അതൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു പിക്ചറാണ്, ഇല്ലെങ്കിൽ ഒരു ആത്മീയമായിരിക്കുന്ന ഒരു അധപതനത്തെ അത് കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കള്ളന്മാരെ കയ്യിലകപ്പെട്ടവർ, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും ഇറക്കുവാനും മുടിക്കുവാനുമാണ് വരുന്നത്. പക്ഷെ അവിടുന്ന് ധനം മോഷ്ടിച്ചതായിട്ടോ പൈസയോ പൊന്നോ വെള്ളിയോ അന്നത്തെ കാലത്തൊന്നും വില പിടിച്ചതൊന്നും മോഷ്ടിച്ചിട്ട് നമ്മളത് കണ്ടില്ല. അവൻ്റെ വസ്ത്രം അഴിച്ചു മുറിവേൽപ്പിച്ചു ഇട്ടിട്ട് പോയി നമ്മൾ വായിച്ചു. അപ്പോൾ നീതിയുടെ വസ്ത്രം. പിന്നെ നമ്മൾ വേറെ പല ക്ലാസ്സുകളിൽ നമ്മളിങ്ങനെ ചിന്തിച്ചു, നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് ഏറ്റെടുത്ത് കഴിയുമ്പോഴേക്കും കർത്താവ് ഒരു നീതിയുടെ വസ്ത്രം നമ്മൾ ധരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സൈറ്റൻ ഈസ് ആഫ്റ്റർ ദാറ്റ്, ആ വസ്ത്രത്തിൻ്റെ പുറകെ. അപ്പോൾ അത് തന്നെയാണ് ആ ശമരിക്കാരൻ്റെ ഉപമയിലും സംഭവിച്ചത്. കള്ളന്മാരെ കയ്യിലകപ്പെടുന്നു, അതായത് യെരുശലേമിൽ നിന്ന് എരിഹോയിലേക്ക് ആരാധനയുടെ മധ്യത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ലോകത്തിലേക്ക്. എരിഹോ ശപിക്കപ്പെട്ടൊരു പട്ടണമാണ്. ലോകത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ്റെ പിക്ചറാണ്, അല്ലെങ്കിൽ മാനവരാശിയുടെ ഒരു പിക്ചറാണ്. നമ്മൾ എസക്കേലിൽ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. ഞാൻ പറഞ്ഞു വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളെ കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞു. എസക്കേലിലും അത് തന്നെ 16 നമ്മളത് വായിച്ചു. നമ്മൾ രക്തത്തിൽ കിടന്ന് ഉരുളുന്ന കണ്ട കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ അടുത്തുകൂടി കടന്നുപോയി, നമ്മുടെ മേൽ വസ്ത്രം വിരിച്ചു, നഗ്നത മറച്ചു എന്നെല്ലാം പറയുന്നത്. അപ്പോൾ നമ്മുടെ പാപത്തെ മറയ്ക്കുന്ന ഒരു പിക്ചറാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ റൈച്ചസ്നെസ്. അപ്പോൾ സ്നാനപ്പെടുമ്പോഴും അത് തന്നെ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ചില വാക്യങ്ങളുണ്ട്. അതായത് ഗലേഷ്യൻസ് 3:27 വാക്യമുണ്ട്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ പിതാവായ ദൈവം വീണ്ടും ജനിച്ച ഒരു ദൈവവദലിനെ കാണുമ്പോഴേക്കും കാണുന്നത് ആരെയാ? ക്രിസ്തുവിനെ കാണുന്നത്. നമ്മൾ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എൻ്റെ വസ്ത്രമാണ് കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ അതുപോലെ തന്നെയാണ് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ക്രിസ്തു യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, പുറമേ ഉള്ളതാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. മാത്യു 22 അത് തുടങ്ങുന്നത് ഒരു കല്യാണ സദ്യ, ഇല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ ഉപമയാണ്. മാത്തായി സുവിശേഷങ്ങളിൽ മുഴുവനും സ്വർഗരാജ്യം, അതും ഒരു വലിയ സബ്ജക്റ്റാണ്, സ്വർഗരാജ്യം ദൈവരാജ്യം എന്നുള്ളൊരു വിഷയങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു കല്യാണത്തിൻ്റെ ഒരു സിനേറിയോ ആണ് കാണുന്നത്. 22-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കിയാൽ 2-ാം വാക്യത്തിൽ സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. എന്നിട്ട് അനേക കാര്യങ്ങൾ പറയുന്നു. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു, അവർക്ക് മനസ്സായില്ല. അപ്പോൾ അനേകർ പല ഒഴിവ് കഴിവുകൾ പറയുന്നുണ്ട് കല്യാണത്തിന് വരാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ 8 മുതൽ നമ്മൾ വായിച്ചാൽ, പിന്നെ അവൻ ഒന്ന് വായിച്ചോ. പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. ആ ദാസൻ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇപ്പോൾ ഈ ഒരു ഭൂമിയിൽ നിന്ന് അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. എന്നാൽ ആ ചോദ്യത്തിലേക്ക് മാത്രം നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അന്നത്തെ കസ്റ്റം, അന്നത്തെ ആ ട്രഡീഷൻസ്, അവരുടെ കൾച്ചർ നമ്മളൊന്ന് പഠിക്കണം. അപ്പോൾ ഒരു കല്യാണത്തിന് വിളിച്ചേക്കുന്ന ആരാ? രാജാവാണ് കല്യാണത്തിന് ക്ഷണിച്ചേക്കുന്നത്, അല്ലേ? വഴിത്തലക്കിലുള്ളവരെയും എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കൾച്ചർ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും രാജാവ് കല്യാണത്തിന് വിളിക്കുകയാണെങ്കിൽ ഹി പ്രൊവൈഡ് ദ ക്ലോത്ത്സ്. അന്നത്തെ കൾച്ചറിൽ ഓക്കെ
രാജാവ് ഈ കല്യാണത്തിന് വരേണ്ട ആൾക്കാർക്ക്, കാരണം രാജാവിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഈ കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ ഉള്ള ഡ്രസ്സ് കൊടുക്കുന്നത് രാജാവിൻ്റെ ജോലിയാണ്. അപ്പം വിളിച്ചിരിക്കുന്നവരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയി കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അന്നത്തെ കൾച്ചറിൽ അങ്ങനെ അത് ഓക്കെ, അത് പോയി കളക്ട് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ നിനക്ക് കല്യാണ സദ്യക്ക് വരാൻ പറ്റത്തുള്ളൂ. കാരണം ആരാ വിളിച്ചിരിക്കുന്നത്? ഒരു കിങ്, രാജാവാ. അപ്പം നമുക്ക് തോന്നിയ പോലെ നമുക്ക് അതിൻ്റെ അകത്ത് ചെല്ലാൻ പറ്റത്തില്ല. അപ്പം കല്യാണത്തിന് ക്ഷണം കിട്ടിയിട്ടുണ്ടോ, യുവർ റെസ്പോൺസിബിലിറ്റി ഇസ് ടു ഗോ ആൻഡ് ഗെറ്റ് ദാറ്റ് ഡ്രസ്, വെഡിങ് ഗാർമെന്റ്. ആ കല്യാണത്തിന് ധരിക്കാനുള്ള ഒരു വസ്ത്രം പോയി മേടിക്കുക എന്നുള്ളത് ഈ കോള് കിട്ടിയിരിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. ഇപ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വചനത്തിലൊക്കെ വായിക്കത്തില്ലേ. അപ്പോൾ ലോകത്തുള്ള സകല മനുഷ്യർക്കും, എല്ലാ മനുഷ്യർക്കും ഈ കോള് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തിരുവചനം നമ്മൾ മൊത്തത്തിൽ പഠിക്കും, ഇതിൻ്റെ ഹോൾസമായിട്ട് പഠിക്കുമ്പോൾ ഇറ്റ്സ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് എ വെഡിങ്. ഏതൻ തോട്ടത്തിൽ ആദാഹവയെയും പിതാവായ ദൈവം പിന്നെ രണ്ടുപേരും ഒന്നിച്ച് ചേർക്കുന്നതായിട്ട് കാണും. ഇല്ല അന്ന് നിങ്ങൾ സന്താനപുഷ്ടരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ അടക്കി വാഴും എന്ന് പറയുന്നു. ഇതിന് എൻഡിൽ നോക്കിയാലും കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ ഒരുങ്ങിയിരിക്കുന്നു റെവലേഷനിൽ കാണുമ്പോഴും. അപ്പോൾ ഹോൾ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായ ദൈവത്തിന് തൻ്റെ പുത്രന് വേണ്ടി ഒരു മണവാട്ടി വേണം. അതാണ് നമ്മൾ ഓരോരുത്തരും ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് ഏറ്റെടുത്ത് കഴിയുമ്പോഴാണ് കുഞ്ഞാടിൻ്റെ കാന്തയാട്ടിൽ ആ ഒരു ഇതിലേക്ക് അത് അനേക പ്രോസസ്സുണ്ട്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അങ്ങനെ ആദ്യം വിശ്വസിക്കുമ്പോഴാണ് ആ നീതിയുടെ വസ്ത്രം കിട്ടുന്നത്. അപ്പോൾ കൾച്ചറിൽ നമ്മളിത് പഠിക്കുമ്പോഴേക്കും ഓക്കെ, രാജാവാണ് കല്യാണ സദ്യക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് രാജാവ് ഒന്ന് നോക്കുമ്പോഴേക്കും ഒരാൾ മാത്രം കല്യാണ വസ്ത്രം ഇല്ല, പക്ഷെ പുള്ളി അകത്ത് വന്നിട്ടുണ്ട്. ഇവർക്ക് കോള് കിട്ടിയതാ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് അവസാനം കൊണ്ട് നിർത്തുന്ന വാക്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഓക്കെ, ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് മീനിങ് ടു ഇറ്റ്. പക്ഷെ നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ മാത്രം നമ്മളിന്ന് ചിന്തിക്കുകയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തു ജനിച്ചപ്പോഴേക്കും ദൂതന്മാർ വന്ന് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? സർവ്വജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു അല്ലേ. കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതും മരിച്ചതും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും സർവ്വ ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയാ. ഗോഡ് സോ ലവ് ദ വേൾഡ് എന്ന് പറയുമ്പോഴേക്കും സകല മനുഷ്യർക്കും വേണ്ടിയാ. ക്രിസ്ത്യാനികളുടെ ദൈവമല്ല കർത്താവ് യേശുക്രിസ്തു, സകല മനുഷ്യർക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ ഈ കോള് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കല്യാണ സദ്യ വരുന്നുണ്ട്, അപ്പോൾ കല്യാണ സദ്യക്ക് കോള് കിട്ടുമ്പോഴേക്കും ദ ഫസ്റ്റ് തിങ് ഈസ് യു നീഡ് ടു ഗെറ്റ് ദാറ്റ് വെഡിങ് ഡ്രസ്, വെഡിങ് ഗാർമെന്റ്. എന്നാൽ മാത്രമേ കല്യാണ സദ്യക്ക് നമുക്ക് പന്തിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ കോള് കിട്ടി, അതിനുമുമ്പ് വായിക്കുമ്പോൾ നമുക്കറിയാം ഈ വഴിത്തലക്ക് പോകുന്നവരെല്ലാം വിളിക്കാനാണ് പറയുന്നത്. അപ്പോൾ കോള് വന്നിരിക്കുന്നത് ആരുടെ കോളാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദാറ്റ്സ് എ കിങ്സ് കോൾ അല്ലേ. രാജാവ് അത്യുന്നതനായ ദൈവത്തിൻ്റെ കോളാണിത്. കുഞ്ഞാടിൻ്റെ എൻ്റെ പുത്രന് വേണ്ടി ഒരു കാന്തയെ വേണം. ഓക്കെ, അപ്പോൾ അതിനെല്ലാവരും ക്ഷണിച്ചിരിക്കുക. അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ് യു നീഡ് ടു ഗെറ്റ് ദാറ്റ് വെഡിങ് ഗാർമെന്റ്. അപ്പോൾ ഈ കല്യാണത്തിന് വന്ന ആ ഒരു സ്നേഹിതൻ ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തി കല്യാണാവസ്ഥയിലത് വന്നു നിൽക്കുക. സോ ഹീ ജസ്റ്റ് വെന്റ് ഇൻ ടു വെഡിങ്. ഇല്ലെങ്കിൽ ആ കല്യാണത്തിൽ ചെന്നത് തൻ്റെ സ്വയനീതിയുടെ വസ്ത്രം ഇല്ലെങ്കിൽ എൻ്റെ ഒരു ക്രെഡിബിലിറ്റി കൊണ്ട് ആ പുള്ളിയെ അത് അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നത്. ഒന്നുകൂടി എടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തർ ദൈവം ഓക്കെ ഞാൻ ഇങ്ങനെ ഇന്ന് ചെയ്തതെന്ന് കൊണ്ട് ഓക്കെ ഞാൻ ഇത്ര പേരെ ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇതെല്ലാം സെൽഫ് റൈച്ചസാണ്. യോബിൻ്റെ കാര്യം നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു. യോബിന് ഒരു കുഴപ്പവും ലോകപ്രകാരം നോക്കുമ്പോഴില്ല. ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞ മനുഷ്യൻ അല്ലേ, നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ട് അകലുന്നവൻ, ഇതെല്ലാം പറഞ്ഞാലും പക്ഷെ ഒറ്റ കുഴപ്പം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്? യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നി. That was his problem. So God want to correct that problem. അപ്പം അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് കടന്നു വന്നു. ദൈവത്തെ കാണേണ്ടതുപോലെ കണ്ടപ്പോഴാണ്. അതിനു മുമ്പ് ദൈവത്തെക്കുറിച്ചൊരു കേൾവി മാത്രമേ യോബിനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ദൈവത്തെ കണ്ണാലെ കണ്ടു, ദൈവത്തെ കൂടുതൽ അടുത്ത് കറിഞ്ഞപ്പോഴാണ് യോബിന് തൻ്റെ അവസ്ഥ മനസ്സിലായത്. മനസ്സിലായില്ലേ? അപ്പോൾ പൗലോസും അല്ലാതെ പറയുന്നുണ്ട്, ഇങ്ങനെ രക്ഷിക്കപ്പെട്ടു വന്നു 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നെല്ലാം പറയുന്നുണ്ട്. സോ വെൻ യു സീ ദ ഗ്ലോറി ആൻഡ് വെൻ യു സീ നമ്മൾ ദൈവത്തിൻ്റെ ആ മഹത്വവും ദൈവത്തിൻ്റെ ഹോളിനെസ്സും കാണുമ്പോൾ മാത്രമേ നമ്മളൊന്നുമല്ലെന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ.
മറ്റേ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളിത് കമ്പയർ ചെയ്യുന്നത് അടുത്തിരിക്കുന്ന വിശ്വാസിയായിട്ടും ഇപ്പുറത്തിരിക്കുന്ന ആളായിട്ടും, അപ്പുറത്ത് അയാളെ പോലെ ഇയാളെ പോലെ അല്ല ഞാൻ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ളവരെ പോലെ അല്ല ഞാൻ, അല്ലെങ്കിൽ ചർച്ചിൽ പോകുമ്പോഴാണെങ്കിലും ഓക്കെ അയാളെല്ലാം ഡീസൻ്റ് ആണ് ഞാൻ. നമ്മൾ കമ്പയർ ചെയ്യുന്നത് മനുഷ്യർ തമ്മിലാണ്. പക്ഷെ ദൈവമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും വി ഓൾ ഫോൾ ഷോർട്ട് ഓഫ് ഗ്ലോറി. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ദോഷം ചെയ്ത നന്മ മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ അന്നത്തെ കൾച്ചർ അനുസരിച്ച് രാജാവ് ഒരു കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിച്ചെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ പോയി ആ കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാനുള്ള വെഡ്ഡിങ് ഡ്രസ്സ് അവിടെ നിന്ന് മേടിക്കുക എന്നുള്ളത്. സോ ഹി ഡിഡ്ന്റ് ഡു ദാറ്റ്. അപ്പോൾ ഇത് അവർക്കറിയാം, ആ കൾച്ചറിലുള്ളവർക്ക് ഭയങ്കരമായിട്ട് അറിയാം. നമുക്കത് വായിക്കുമെന്ന് മനസ്സിലാകാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് നീ കല്യാണ വസ്ത്രമില്ലാതെ അകത്ത് വന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ ഉത്തരം മുട്ടിപ്പോയെന്നാണ് പറഞ്ഞേക്കുന്നത്. സ്പീച്ച്ലെസ്. അവന് ഒന്നും എക്സ്ക്യൂസ് പറയാനില്ല. ബിക്കോസ് ദേ നോ ആ പുള്ളിയുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നുള്ളത് അവർക്കറിയാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവ് പറയുന്നില്ല ആ വ്യക്തി. പക്ഷെ അതിനു മുമ്പ് വിളിച്ചവരെ പല കാര്യങ്ങൾ പറഞ്ഞ് ലോകപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഈ പുള്ളി പക്ഷേ കല്യാണത്തിന് ചെന്നു, മറ്റവരാരും കല്യാണത്തിന് വന്നില്ല. പക്ഷേ ഈ പുള്ളി കല്യാണത്തിന് വന്നു, പക്ഷേ സ്വന്തം വസ്ത്രം ധരിച്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ ചോദിച്ചപ്പോഴേക്ക് ഉത്തരം മുട്ടിപ്പോയിട്ട് അവനെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിന് എഴുതിയേക്കുന്നത്. ദാറ്റ്സ് എറ്റേണൽ ജഡ്ജ്മെന്റ്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരവില്ല. അപ്പോൾ റെവലേഷനിലെല്ലാം പഠിക്കുമ്പോൾ നമ്മളത് കാണാം, നിത്യ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നതും. പിന്നെ യു കനോട്ട് കം ബാക്ക് ഫ്രം ദാറ്റ്. അപ്പോൾ പ്രൈമറി ആയിട്ട്, പ്രിലിമിനറി ആയിട്ട്, ഇല്ലെങ്കിൽ ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ നമ്മുടെ നീതിയുടെ വസ്ത്രം മാറിയിട്ട് കർത്താവ് നൽകുന്ന ആ നീതിയുടെ വസ്ത്രം നമ്മൾ ധരിക്കണം. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ പഴയ ക്ലാസ്സിലെല്ലാം ചിന്തിച്ചു. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും ആ വാക്യങ്ങളെല്ലാം നമ്മൾ വായിച്ചു. അപ്പോൾ ന്യായപ്രമാണപ്രകാരവും ദൈവത്തിൻ്റെ വചനപ്രകാരവും നമ്മളിലുള്ള മതഗ്രന്ഥങ്ങൾ ഏതെങ്കിലും എടുത്ത് അതിന് പ്രകാരം എല്ലാ നിയമങ്ങളനുസരിച്ച് ജീവിച്ചെന്ന് പറഞ്ഞാൽ പോലും ദൈവത്തിൻ്റെ നീതിയുടെ സ്റ്റാൻഡേർഡിൻ്റെ അടുത്തേക്ക് നമ്മൾ വരുന്നില്ല. ഇതെല്ലാം തുടങ്ങിയത് ഏതെങ്കിലും തോട്ടത്തിൽ തന്നെയാണ്. പാപം ചെയ്തപ്പോഴേക്കും ഫസ്റ്റ് അവർക്ക് വന്നത് നഗ്നരെന്ന് പറഞ്ഞു. അവർ അത്തിയില കൊണ്ട് തന്നെത്താനെ മറക്കാൻ ശ്രമിച്ചു. കവേർഡ് ദംസെൽഫ്. അതേസമയം ദൈവം അവരോടൊന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ നഗ്നെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഹൗ ഡു യു കം ടു നോ ദാറ്റ് യു ആർ നേക്കഡ്? ഹു ടോൾഡ് യു ആർ നേക്കഡ്? എന്നിട്ട് ദൈവമാണ് അവരെ ഒരു യാഗം നടത്തിയിട്ടില്ലെങ്കിൽ ആട്ടിൻ തോൽ കൊണ്ട് അവരെ മറയ്ക്കുന്നത്. അപ്പം നമ്മുടെ പാപം മറയ്ക്കുവാൻ, മാനവരാശിയുടെ പാപം മറയ്ക്കുവാൻ മനുഷ്യനെ കൊണ്ട് കഴിയുന്നതല്ല. ദൈവം തരുന്ന നീതിയുടെ വസ്ത്രം അല്ലാതെ വേറൊരു വസ്ത്രമില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഒരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മൾ വാക്യം വായിച്ചിട്ടില്ല, കുഞ്ഞാട്ടിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യന്മാർ. എല്ലാവർക്കും ക്ഷണം കിട്ടിയിട്ടുണ്ട്. സോ ആർ യു വില്ലിംഗ് ടു ഗെറ്റ് ദാറ്റ് ഡ്രസ്, വെഡിങ് ഗാർമെന്റ് ഫ്രം ദ കിങ്? അതാ ചോദ്യം. അതിനൊന്നും ചെയ്യാനില്ല. നമ്മൾ ചെയ്യാനുള്ളത്, കർത്താവെ നീ എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ നീതീകരണത്തിനായിട്ട് ദൈവം നിന്നെ ഉയർപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ടേറ്റ് പറയും, ദൈവം അവനെ മരിച്ചവരെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കും, ഞാൻ നിരക്ഷിക്കപ്പെടും. ആ വാക്യങ്ങൾ നമ്മൾ വായിച്ചില്ലേ? ദാറ്റ്സ് ജസ്റ്റ് ദ ബിഗിനിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതങ്ങനെ ചിന്തിച്ചത്. ഇറ്റ്സ് ജസ്റ്റ് ദ ബിഗിനിങ്. അപ്പോൾ നമ്മൾ ആ ഗ്രേസിലേക്ക് നമ്മൾ പ്രവേശനം കിട്ടുക മാത്രമേ ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ്സ് വാട്ട് ദ മെസ്സേജ് ഓഫ് ദറ്റ് തിങ്. ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ പറയാനുണ്ട്. എന്നാൽ ആ കല്യാണ വസ്ത്രമില്ലാതെ അകത്ത് വന്ന ആ വ്യക്തിക്കറിയാം, ഞാനത് വാങ്ങിക്കേണ്ടതായിരുന്നു രാജാവ് എന്നെ വിളിച്ചപ്പോഴേക്കും. അതുകൊണ്ട് അവന് ഉത്തരം മുട്ടിപ്പോയി. രാജാവ് പറയാം, പിന്നെ അവിടെ അതിനുശേഷം പിന്നെ വേറെ ചോയ്സ് ഇല്ല, അല്ലേ? അപ്പോൾ നമ്മൾ ഈ കല്യാണം നടക്കുന്ന സ്ഥലങ്ങളും ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. മധ്യാകാശത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതും. അപ്പോൾ അവിടം വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരവില്ല. അവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ടു ദ ക്ലോത്തിങ് ഓഫ് റൈച്ചസ്നെസ്, ദ റോബ് ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ വസ്ത്രത്തിനെ കുറിച്ചാണ് അതെല്ലാം വചനത്തിൽ പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ. നമ്മളത് മുഴുവൻ എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അത് അല്പമായിട്ടത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദാറ്റ് കാരണം തിരിച്ചൊരു ഉത്തരം പോലും പറയാത്ത വിധം
ഹി വാസ് സ്പീച്ച്ലെസ്. ഉത്തരം മുട്ടിപ്പോയെന്നാണ് പറയുന്നത്. കാരണം ഹി നോ. Yeah. അപ്പോൾ നമുക്കൊന്നും തിരുവചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുമ്പോഴേക്കും നമ്മളത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. Yeah. ഓക്കെ, അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Yes, definitely. ഓക്കെ, ഗോഡ് ബ്ലസ്. ദൈവം സഹായിക്കട്ടെ. Thank you.